അപ്പോൾ നമ്മളിവിടെ എത്തിയല്ലേ മൂസേ? അതെ, നമ്മളിവിടെ ജെസ്സി ആൻറ്റിയുടെ വീട്ടിലെത്തി. ജെസ്സി ആൻറ്റി ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊന്ന് ഫ്രഷായി. ജാനിക്കുട്ടിയാണ് അപ്പോഴത്തേക്ക് ഓരോരോ പിടിവാശികൾ. നമുക്ക് മുടി കെട്ടണം, അവിടെ കെട്ടണം, ഇവിടെ കെട്ടണം, ഉണങ്ങട്ടേന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. സമയം പറയണെങ്കിൽ ഇപ്പം എത്ര മണിയാ മൂസേ? 8:58 അത്രയായിട്ടുള്ളൂ. എന്തോ ഈറ്റകളൊക്കെ കുഞ്ഞായിട്ടിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോഴും പ്രശ്നം നമുക്ക് ഉറക്കണ്ടാവില്ല. അതെ, ഇതിപ്പോ നനഞ്ഞ മുടി കെട്ടി വെച്ചാൽ ഒരു ഭംഗിയില്ലാന്ന് പറഞ്ഞിട്ട് ആശ സമ്മതിക്കുന്നില്ലാന്ന്. മുടി കെട്ടിയേ പറ്റൂ, ഒരു ഭംഗിയില്ലാട്ടാ. നനഞ്ഞ മുടി കെട്ടി വെക്കും, ആരേലും കെട്ടി വെക്കോ? അപ്പൊ ഞങ്ങള് ജെസ്സി ആന്റിയുടെ ഒക്കെ വീണ്ടും ഫ്രണ്ടിൽ ഇറങ്ങി നിൽക്കാണ് കേട്ടോ. ഇതാണ് വീട്. ഇത് ഓപ്പോസിറ്റ് ഒരു വീട്. ഇവിടെ കോലം നോക്കി, കോലം ഇട്ടേക്കുന്നുണ്ടോ? ഇവിടെ ഇവിടെ എന്താ ഭാഷ ശബ്ദത്തില്? ഹിന്ദി, കന്നഡ. കന്നഡയല്ലേ? തമിഴും ഉണ്ടെന്ന് തോന്നല്ലേ? എല്ലാം മിക്സ്ഡാന്ന് തോന്നുന്നു. മലയാളം, കന്നഡ, ഹിന്ദി എല്ലാം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തമിഴുണ്ട്. അപ്പൊ ആന്റി അങ്കിളും നമുക്ക് അവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാണ്. ചപ്പാത്തി, സ്റ്റൂ കറി, അതുകൊണ്ട് തന്നെ പാർട്സ് കറി, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. കുറേ വെറൈറ്റി കറികളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അവരെയൊക്കെ കാണിക്കാം കേട്ടോ. വീഡിയോ സ്വപ്ന വണ്ടിയാണ് കൈ. ജീവിതത്തിൽ എന്തെങ്കിലും സ്വന്തമാക്കണം എന്നൊരാഗ്രഹം ഉണ്ടാക്കും. എടുക്കാറുന്ന് മനസ്സ് വെച്ചാ കാര്യം. കിയ കൊണ്ട് കാണിച്ചപ്പോ അച്ഛന് കിയെന്ന് അച്ഛൻ പെട്ടെന്ന് കൂറ് പറയും. അത്ര നാളെ അച്ഛന് താറായിരുന്നു. പെട്ടെന്ന് അച്ഛൻ സ്റ്റാൻഡ് മതി, കിയ മതി, ഇനി ഈ വീട്ടിൽ എടുക്കുന്നുണ്ട് കിയ മതി. അപ്പം ആന്റിയുടെ മോനവിടെ വണ്ടിയൊക്കെ വാഷ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനൊക്കെ പറഞ്ഞു തന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ കാണിക്കാം കേട്ടോ. വീഡിയോക്കകത്തൊന്നും നിൽക്കാൻ ഒരു മടിയില്ല, ഭയങ്കര സന്തോഷമാണ്. അപ്പം കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും കാണിക്കാവേ. ജാനിക്കുട്ടിക്ക് ഇവിടെ വന്നപ്പോൾ എന്താണ്ട് സ്വർഗം കിട്ടിയ ഒരു ഫീലിങ്സ് ആണ് കേട്ടോ. ആള് വെച്ചും കൂടെ കയ്യിൽ പിടിച്ച് നടക്കുകയാണ്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. എല്ലാ അടുത്തടുത്ത വീടുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ നടക്കാനായിട്ടൊക്കെ. നല്ല രസമാണ്. ഈവനിങ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ. ഹായ് ടാറ്റ. ഓടി ഓടി വീഴല്ലേ കേട്ടോ. ഇത് എന്തിട്ട് ചെയ്യുന്നേ? ഇല്ല 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 ഇല്ല. ഇവിടെ കുഞ്ഞു കുഞ്ഞു വേസ്റ്റുകളൊക്കെ ഉണ്ട്. അതാട്ടോ ആളീ പറയുന്നത്. ഓടി കളിക്ക്, കുറച്ചുനേരം വെയിലൊക്കെ കൊള്ളു. ഒത്തിരി പോണ്ട വണ്ടി വരും. സെറ്റ് സെറ്റ്. പറക്കാണ് ആള്. ജാനിക്ക് ഭയങ്കര ഹാപ്പി ആട്ടോ വെച്ചു. ആൾക്കെന്താ സ്വർഗം കിട്ടിയ പോണ കൊണ്ട് നോക്കിയേ. കാര്യം ചെളിയില്ല, ചാടി ഓടി നടക്കാനായിട്ടൊരു കുഴപ്പമില്ല, മഴയില്ല. കുറേ ദിവസം കൂടി വെയില് കണ്ടതല്ലേ, അതിന്റെ ഒരു സന്തോഷ പ്രകടനമാണ് ഈ കാണുന്ന ഫുള്ള്. ആന്റി അങ്കിളും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്ക് ആളോട് ഓരോന്നോരോന്നും ചോദിക്കും കേട്ടോ. ഇതെന്താ, ഇത് പട്ടി ചവിട്ടിയതാ അല്ലേ? പുതിയ സിമെന്റ് ഇട്ടപ്പോഴേ പട്ടിക്കുഞ്ഞു വന്ന് ചവിട്ടി വെച്ചേക്കുന്ന കേട്ടോ. ഇത് കറക്റ്റ് കാൽപ്പാടുകൾ നോക്കിയിട്ട്. ഈ ഒരു മരത്തെ നോക്കി, ഇത് മുന്തിരിക്കൊല ഉണക്കാണ് കേട്ടോ ഫുള്ള് കിടക്കുന്നത്. എന്ത് സാധനമാണെന്ന് അറിയില്ല. ചെമ്പകമൊന്നുമല്ല, വെറുതെ ആ ഗ്യാപ്പിലൊക്കെ നിറച്ചുണ്ട് കേട്ടോ. ശരിക്കും മുന്തിരിക്കൊല എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെ തന്നെയായിട്ട് കിടക്കുന്നത്. പച്ച മുന്തിരിക്കൊല ഇല്ലേ, അങ്ങനെ തന്നെ കിടക്കണല്ലോ. എന്താ സാധനം എന്നറിയില്ല കേട്ടോ, എന്തിട്ടാണാവോ. രാവിലെ തന്നെ കഴിക്കാൻ ചപ്പാത്തിയും മുട്ടയും സ്റ്റൂവും അതുപോലെ തന്നെ വേറെ ഒരു കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഫുഡ് ഉണ്ടായിരുന്നേ. ഒരാൾ ചിരിച്ചിറങ്ങുന്നതിന്. അപ്പം ഞങ്ങളിവിടെ സമയം ഒരു 10:30 ആയിട്ടുണ്ട്. ഞങ്ങൾ വേണ്ട ഇവിടെ കിടക്കുകയാണ് കേട്ടോ. കുറച്ചു നേരം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. കാര്യം നൈറ്റ് ഇന്നലെ ഉറക്കം ശരിയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചു നേരം ഉറങ്ങിയിട്ട് നമുക്ക് എന്തെങ്കിലും എവിടേക്കെങ്കിലുമൊക്കെ പോവാം. ഓക്കെ, ഉറങ്ങാൻ ജാനിക്കുട്ടി സെറ്റല്ലേ? ഉറങ്ങാം. അപ്പം ഞങ്ങൾ ഉറങ്ങാൻ പോട്ടെ. ഈ മാക്കാനെ നോക്കിന്നാ ശരിയാകത്തില്ല ഗൈസ്. ഉച്ചക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ എന്തിട്ടാണ്ട് ഇത് എന്തിട്ടാ പയറാണെന്ന് തോന്നുന്നല്ലേ? ബീൻസും ക്യാരറ്റും ഉരുളക്കിഴങ്ങും മെഴുക്കുരട്ടി. ഇത് ബീഫ് പോലത്തെ. ഇത് ബീഫല്ലേ? ഇത് മോര്, ഇത് ചിക്കൻ ഫ്രൈ, ഇത് കടച്ചക്കയും ചിക്കനും കൂടെ കറി. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ കടച്ചക്കയും ചിക്കനും ഒക്കെ കഴിക്കാൻ പോകുന്നത്. ഇവിടെ വന്നിട്ട് വെറൈറ്റി കുറേ കറികൾ കഴിച്ചു കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല.
അപ്പം ഞങ്ങൾ ചോറൊക്കെ കഴിക്കാൻ വേണ്ടി പോവാട്ടോ. എത്രയോ കറികളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊന്ന് ഉറങ്ങിയൊക്കെ എണീറ്റ് കേട്ടോ. ഞങ്ങളൊന്നിനും ഹെൽപ്പ് ചെയ്തിട്ടില്ല. എല്ലാ അങ്കിളിൻ്റെ ആൻറ്റിയുടെ വർക്കിംഗ് ആണ്. അപ്പോൾ ജാനിക്കുട്ടിനെ കൂടെ പോയി വിളിച്ചിട്ട് വരാവേ. എന്തിട്ട് സാധനം ജാനിയാ പോകുന്ന? പുലിയാ? പൂച്ചയാണോ? ഓ, ഞാൻ വിചാരിച്ച പുലിയാന്ന്. വലിയ പൂച്ചയല്ലേ? ജാനി ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഭയങ്കര ഡാൻസ് കളി, ഭയങ്കര പരിപാടിയാട്ടോ. ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. അപ്പം അമ്മയും മോനൂടെ വണ്ടിയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പോവാൻ വേണ്ടിയിട്ട്. ആരാ? പൂച്ചയുടെ വഴിക്ക് പോയി. പൂച്ചയുടെ വീട്ടിൽ ചെന്നു. അപ്പോഴവിടെ പൂച്ചയുടെ കാര്യം പറഞ്ഞോണ്ടിരുന്നു. പൂച്ചയോ? ചെല്ല്, അത് ഓടിച്ചിട്ട് കടിക്കും. വിച്ചുസുര ഉറങ്ങിയ ഒരു കോലത്തിരിക്കാണല്ലോ. ഉറക്കം ശരിയായില്ലേ? ആണോ? ആ, കിടക്കാനല്ലേ? നല്ല സ്പേസിൽ കിടക്കണം പോലെ. ചുമ്മാ ഞങ്ങളൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം മിലിറ്ററിയുടെ സ്കൂളൊക്കെ കണ്ടേ. അപ്പം അതൊക്കെ നോക്കിക്കാണേ. ട്രാഫിക്കിൽ പെട്ട് കിടക്കാം. ഒരു 15 മിനിറ്റോളം ഞങ്ങൾ ഈ ഒരു ട്രാഫിക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് ആയിരുന്നു കേട്ടോ. കിളി പോയി സത്യം പറഞ്ഞാല്. അപ്പോൾ ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നു. കുറേ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി. നല്ല മഴയായിരുന്നു. അതിന് കുറേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവർ മാളിലോട്ടൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു വേണ്ടൊന്ന് വീട്ടിൽ പോവാന്ന് പറഞ്ഞു കേട്ടോ. വേറെ ഒന്നുമില്ല, നല്ല മഴയായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ കുടയുണ്ടായിരുന്നില്ല. ജാനിക്കുട്ടിക്ക് ബബിളൊക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ. ഇവിടെ വന്നപ്പം ആൻറ്റി അങ്കിളിനോട് പറയണേ, ജാനിക്കുട്ടി ഒരു കാര്യത്തിനും വാശിയില്ല, അത് വാങ്ങി തരൂ ഇത് വാങ്ങി തരുമോ എന്ന് പറഞ്ഞാൽ കാർച്ച ബഹളമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചോദിക്കും സാധനം ഒന്ന് വാങ്ങി തരുമോ. അപ്പം നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് എന്നുള്ള രീതിയാണ് കേട്ടോ. അപ്പം ഇത് ആൻറ്റിയുടെ ഒക്കെ ടെറസാണേ. ഇവിടെ തുണിയൊക്കെ അവർ വെച്ചിരുന്നു. ഇതെന്ത് സാധനം നോക്കിയിട്ടുണ്ട്. അത് കറണ്ട് ലൈനാണ് മോനെ, നമ്മ പിടിക്കല്ലേ. ഇങ്ങോട്ട് മാറിക്ക് പോന്ന ചെമ്പകത്തിന്റെ അല്ല പോലെ മുന്തിരിയൊക്കെ തൂങ്ങിക്കിടക്കില്ലേ, പച്ചമുന്തിരിയൊക്കെ ആ ഒരു സ്റ്റൈലിലാണ് കേട്ടോ ഇത് കിടക്കുന്നതൊക്കെ. അപ്പൊ നമ്മൾ തിരിച്ച് താഴോട്ട് പോവാണ് കേട്ടോ. ഇവിടെ ആന്റി തുണിയൊക്കെ വിരിക്കാൻ വേണ്ടി മാത്രമേ കയറി വരുള്ളൂ എന്നാ പറഞ്ഞേ. നമുക്കപ്പോ താഴെ പോയി കളിക്കാം. വിച്ചു എന്തി ഇറങ്ങി ഓടുന്ന? വിച്ചു ചെളിയിലും കണ്ട് കയറി ചവിട്ടി കേട്ടോ. അതുകൊണ്ടാണ് വിച്ചു ഇറങ്ങി ഓടുന്നത്. തെറിച്ചു പോയാനെ. ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ ഇവിടുത്തെ ചേട്ടനൊക്കെ. ഇവിടുത്തെ മൂത്തേട്ടൻ നമ്മളെക്കാളും ഏജ് ഉണ്ട് കേട്ടോ. നമുക്ക് 29 വയസ്സങ്ങാണ്ടുണ്ട്. എന്നെ ബിച്ചുവിനേക്കാളും മൂത്താണ്. രണ്ടാമത്തെ ആള് ഞങ്ങളെക്കാളും ഇളയതാണ്, 21 വയസ്സേ ഉള്ളൂ. ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. എന്തൊരു കാര്യം എടുക്കുമ്പോഴും നമ്മുടെ അടുത്ത് ചോദിക്കും അതുണ്ടാക്കട്ടെ ഇതുണ്ടാക്കട്ടെ. ഭയങ്കര ഇതാണ്. നല്ല നല്ല സൂപ്പർ വീട്ടുകാരാണ് കേട്ടോ. അപ്പോൾ ജെസ്സി ആൻറ്റി വിളിച്ചിട്ടാണ് നമ്മൾ ബാംഗ്ലൂർക്ക് വന്നത് അല്ലേ? എല്ലാവരെയും കാണാൻ പറ്റി, സന്തോഷം. നാളെയും കൂടെ നമ്മളിവിടെ ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ടേ നമ്മൾ പോവുള്ളൂ. നാളെ കഴിഞ്ഞാൽ നമ്മൾ പോവും. അപ്പം നാളെ കുറേ സ്ഥലത്തൊക്കെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറ്റുമ്പോണൊക്കെ വീഡിയോ എടുക്കും. പിന്നെ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, വിച്ചുവിൻ്റെ ഫ്രണ്ട് ഉണ്ട് ഒരു ചേട്ടൻ. അപ്പം ചേട്ടൻ വിളിച്ചിട്ടുണ്ട്. അപ്പം നാളെ രാവിലെ നമ്മൾ അങ്ങോട്ടേക്ക് പോവും. പിന്നെ എൻ്റെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മു എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നീ വിളിച്ചോളാം പറഞ്ഞ് ചേച്ചിയും വിളിച്ചിട്ടുണ്ട്. പിന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ബാംഗ്ലൂർക്കാണ്. അതെനിക്ക് തോന്നുന്നു ഞാൻ സിനിമ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ബാംഗ്ലൂർ ഡേയ്സല്ലേ സിനിമയുള്ളൂ. ഞാൻ പോകുന്ന നഗരത്തില് അതിന്റെ പേര് വെച്ചൊരു സിനിമ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഒത്തിരി പേര് ഗസ് ചെയ്ത് കേട്ടോ. അപ്പം ഒത്തിരി പേര് ഗസ് ചെയ്തിട്ട് ബാംഗ്ലൂരിൽ വന്നോന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളിതിപ്പോ കറക്റ്റ് സ്ഥലം ഏതാ? മടിവാള. ഇത് തന്നെ സംഭവം. അപ്പൊ നമ്മള് ബസ് എടുത്ത് നമ്മൾ ട്രെയിന് വരാൻ വേണ്ടി ഇരുന്നതാണേ. പക്ഷെ ആന്റി പറഞ്ഞു ബസ് തൊട്ടടുത്താണ്, വീടിന് തൊട്ടടുത്താന്ന് പറഞ്ഞാണ് നമ്മൾ ബസ്സിന് വന്നത്. ശരിയാണ് കേട്ടോ. ഇത് ഈ എന്താ പറയാ ഫ്രണ്ടിലായിട്ടാണ് ബസ് സ്റ്റാൻഡൊക്കെ. അങ്ങ് നടന്നു വരാനുള്ള ഗ്യാപ്പേ ഉള്ളൂ. അടിപൊളിയാട്ടോ. എന്തായാലും ഇവിടെ വന്നിട്ട് ഭയങ്കര ഹാപ്പിയാണ്. നല്ല എൻജോയ്മെന്റ് ആണ്. ഭയങ്കര ഫ്രണ്ട്ലി ആണ് അല്ലെ ഇവരെല്ലാവരും. എന്താ വർഷങ്ങൾ പരിചയമുള്ള ഓണക്കത്തെ ഉള്ള ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. സിന്തമ്മയൊക്കെ വിളിച്ചിട്ട് സിന്തമ്മയ്ക്ക് വരണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ സിന്തമ്മ ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ എന്തായാലും
ഇന്നത്തെ നമ്മുടെ കറക്കമൊക്കെ കഴിഞ്ഞു. ഇനി എന്തായാലും യെസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് കഴിയും അല്ലേ മൂസേ? വൈൻഡപ്പ് ചെയ്യാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലെ ബെല്ലൈക്കനും കൂടി ഒന്ന് ഇടിച്ചു പിടിച്ചേക്കാം. സൗണ്ട് ഇല്ലല്ലോ വെച്ചു. കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി ഒന്ന് ഇടിച്ചു പിടിച്ചേക്കാം. കമന്റ് ചെയ്യാം തീരെ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.